ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ദ ഗ്ലോ അപ്പ് യു ആക്ച്വലി നീഡ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, മേക്കപ്പ് പ്രോഡക്ട്സ്, ഫാഷൻ ടിപ്സ് അതൊന്നുമല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അബൌട്ട് യുവർ ഡിസിഷൻസ്. ഫസ്റ്റ് വൺ, ലെറ്റ് ഗോ ഓഫ് നീഡിങ് അപ്രൂവൽ. അതായത് നിങ്ങൾക്ക് വേറെ ആരുടെയും അപ്രൂവലിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ഇത് നോക്കുന്നത് തന്നെ ഭയങ്കര വേസ്റ്റ് ഓഫ് ടൈമാണ്. ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഇതല്ല ലൈഫ് എന്നുള്ളത്. ബട്ട് അത് നേരത്തെ മനസ്സിലാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നുള്ളത്. നിങ്ങൾ ആകെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരേ ഒരാൾ അത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ വേറെ ആരും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആരെയും ഒപ്പീനിയന് വലിയ കാര്യമായിട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് അതിൽ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എനഫ്. ഓക്കെ, അല്ലാതെ എപ്പോഴും ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സ്റ്റേണൽ വാലിഡേഷൻ വേണമെന്നുള്ള തോട്ട്, ദാറ്റ് ഈസ് നോട്ട് എ തോട്ട്, ദാറ്റ് ഈസ് എ മൈൻഡ് സെറ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. യാ, അത് എന്തായാലും നിങ്ങൾ എടുത്ത് കളയേണ്ടതാണ്. ഓക്കെ, എനിക്കറിയാം ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ബട്ട് യു നീഡ് ടു work on it. Next thing, silence over drama. Choose silence over drama. നമ്മളെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. നമ്മളെ ഗ്രോത്ത് ഇഷ്ടപ്പെടാത്ത, നമ്മൾ വളരുന്നതിൽ അത്രയും ജലസ് ഉള്ള, നമ്മളെ ബാക്ക് ബൈറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും. കട്ട് ദം ഓഫ്. ചിലർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ബട്ട് യു ഹാവ് ടു ഒബ്സർവ് ദം വെരി ക്ലോസ്ലി സോ യു ക്യാൻ ഫൈൻഡ് ദം ഔട്ട്. സോ ജസ്റ്റ് കട്ട് ദം ഓഫ്. അങ്ങനെയുള്ളവരെ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്നതാണ്. സീരിയസ്ലി ഗൈസ്, എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. നിങ്ങളില്ലാത്തപ്പം നിങ്ങളെക്കുറിച്ച് കുറ്റവും പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കട്ട് ദം ഓഫ്. എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒബ്സർവ്. അവർ തന്നെ പറയും. ചിലത് പിന്നെ അത്ര ഈസി അല്ല, ബട്ട് ഒരു പോയിന്റ് എത്തിയാൽ എന്തായാലും എക്സ്പോസ് ആവും. നിങ്ങളെ ബൗണ്ടറീസ് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുക. അത് കടന്നിട്ട് ആരും വരാതിരിക്കാൻ നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഷോ ദം വേർ ദേ ബിലോങ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളും ഇത് ചെയ്യാൻ പാടില്ല. ടു ബി റിയൽ. റിപ്ലേസ് വൈ മീ വിത്ത് വാട്ട് ഐ ക്യാൻ ലേൺ. അതായത് ഇപ്പോൾ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ടഫ് സിറ്റുവേഷൻ വരുവാണ്. യു ആർ ഗോയിങ് ത്രൂ വെരി ഹാർഡ് ടൈം. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ലൈക്ക് കഷ്ടപ്പെടുത്തുന്നത് ചോദിക്കുന്നതിന് പകരം ഇതിൽ ഞാൻ എന്ത് പഠിക്കണം എന്ന് ചോദിക്കുക. ബിക്കോസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ടഫ് സിറ്റുവേഷൻസും നമ്മൾ എന്തോ പഠിപ്പിക്കാനുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. നമ്മൾ ആ പഠിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ആ ടഫ് സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അത് വരുന്നത് കംപ്ലീറ്റ്ലി നോർമൽ, എല്ലാവർക്കും ഉണ്ട്. ഇവൻ തോ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളതും ഭയങ്കര ഞാൻ പറയുന്നില്ല. ഓക്കെ, ബിക്കോസ് പോസിറ്റിവിറ്റി തരുമ്പോൾ ഞാൻ പിന്നെ റിയലിസ്റ്റിക് ആവണമല്ലോ. പോസിറ്റിവിറ്റി മാത്രം പോരാ, ഐ ഷുഡ് ബി റിയലിസ്റ്റിക് ടു യു, ഹോണസ്റ്റ് ടു യു. സോ യാ, എന്താ ഇതിൽ ഞാൻ പഠിക്കണ്ടേന്ന് ചോദിച്ചു നോക്കുക. എന്തെങ്കിലും ഒക്കെ എന്താത്തുണ്ടായിരിക്കും. യു നീഡ് ടു അനലൈസ് ദ സിറ്റുവേഷൻ വെൽ. നെക്സ്റ്റ് വൺ, ക്ലീൻ അപ്പ് യുവർ സ്പേസ്. ക്ലീൻ അപ്പ് യുവർ സ്പേസ്. നമ്മളെ മൈൻഡ് ഭയങ്കര മെസ്സി ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മളെ സ്പേസ്, അതായത് ഇപ്പോൾ ബെഡ്റൂം ആയാലും വർക്ക് ഏരിയ ആയാലും വാട്ടെവർ, നിങ്ങളുടെ ടേബിൾ ആയാലും ഒക്കെ മെസ്സി ആയിരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫും ഭയങ്കര മെസ്സി ആയിരിക്കും. സോ ഇതൊക്കെ ക്ലീനപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആയതാ? നിങ്ങളതാ. അത് ആര് ചെയ്യണം? നിങ്ങൾ ചെയ്യണം. വേറെ ആരും ഇതൊന്നും വന്ന് ചെയ്തു തരില്ല. ഓക്കെ, സോ ക്ലീൻ അപ്പ് യുവർ സ്പേസ്. അത് നിങ്ങളെ ഇങ്ങനത്തെ ബെഡ്റൂം, ടേബിൾ, വർക്ക് സ്പേസ് അത് മാത്രമല്ല, കിച്ചൺ, ഹൗസ് അത് മാത്രമൊന്നുമല്ല. നിങ്ങളെ ഇമെയിൽസ്, വേണ്ടാത്ത ഡാറ്റ, വേണ്ടാത്ത കോണ്ടാക്ട്സ്, വൈറ്റ് ദം ഓഫ്. ഓക്കെ, സ്പീക്ക് കൈൻഡ്ലി ടു യുവർ സെൽഫ്. ഇത് എത്ര പേര് ചെയ്യുന്നറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് സ്വന്തം സെൽഫിനെ കുറിച്ചിട്ട് ഭയങ്കര വേറൊരാൾക്ക് പോലും അത്രയും അവരെ താഴ്ത്താൻ പറ്റത്തില്ല. അത്രയും ലോ ആക്കി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
അത്ര അവരെ വില കുറച്ച് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ പോലെ നിങ്ങളോട് കൈൻഡ് ആയിട്ടില്ലെങ്കിൽ, നിങ്ങൾ പോലെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലേ, പിന്നെ ആര് മനസ്സിലാക്കാനാടാ? യു ഹാവ് ടു സ്പീക്ക് ടു യുവർ സെൽഫ് കൈൻഡ്ലി. നിങ്ങളെ മിസ്റ്റേക്സ് നിങ്ങളെ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതൊക്കെ ഫോർഗീവ് ചെയ്ത് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്. വേറെ ആരും അങ്ങനെ ചെയ്തോളണം എന്നില്ല. സോ നിങ്ങളോട് നിങ്ങൾ കൈൻഡായിട്ട് സംസാരിക്കുക. എന്താണ് നിങ്ങൾക്ക് സീരിയസ്ലി നിങ്ങൾ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ, അത് നിങ്ങളോട് ഭയങ്കര കൈൻഡായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനുള്ള ഡിഫറൻസ് കാണാൻ തുടങ്ങും. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ പറയുന്നതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് കേട്ടോ. സീരിയസ്ലി യു ഹാവ് ടു ഡു ഇറ്റ്. ഇത് നിങ്ങൾ ചെയ്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ ഡിഫറൻസ് ഒക്കെ. എനിക്കങ്ങനെ പറഞ്ഞുതരാൻ പറ്റത്തില്ല, പറഞ്ഞുതരാൻ ലിമിറ്റേഷൻസ് ഇല്ലേ. സോ ജസ്റ്റ് ഡു ഇറ്റ്. Say less but mean more. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വേറൊരു തരത്തിൽ എടുക്കരുത്. ആക്ച്വലി നമ്മൾ ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും എല്ലാം കേട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പറയേണ്ട പോയിന്റ്സ് ഭയങ്കര പ്രിസൈസ് ആയിട്ട് ഷാർപ്പായിട്ട് കുറച്ച് വേർഡ്സിൽ പറയുന്നതായിരിക്കും ബെറ്റർ. അതായത് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വാല്യൂ ആണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബട്ട് കുറച്ച് സംസാരിക്കുവാണെന്ന്, ആ സംസാരിക്കുന്നതിൽ ഭയങ്കര മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നതിന് കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും, കുറച്ചുകൂടി വാല്യൂ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പിന്നെ അതാണ് നല്ലത്. നമ്മളെ എനർജി വെറുതെ ഇങ്ങനെ വായിട്ടടിച്ച് നശിപ്പിക്കേണ്ട ആവശ്യമില്ല, ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. You know what I'm trying to say? Speak like someone who knows their worth. You should be aware of what you bring to the table. Okay? Like, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ അറിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ അറിയില്ല, കേപ്പബിലിറ്റി അറിയില്ല, നിങ്ങളുടെ സെൽഫ് വർത്ത് അറിയില്ല, നിങ്ങൾക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ഇല്ല, നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പർപ്പസാണ്? ഞാൻ പറയുന്നത് ഇങ്ങനെ ജീവിക്കുന്നത് ഭയങ്കര മോശം, അങ്ങനെയല്ല. ഞാൻ എന്നെ അത്രയും ഹേറ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ട്, അത്രയും വർത്ത്ലെസ് ആയിട്ട് കണ്ടൊരു സിറ്റുവേഷൻ. എനിക്കൊരു വാല്യൂ ഇല്ല, എനിക്കൊരു സ്കില്ലില്ല, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല എന്ന് അങ്ങനെ വിചാരിച്ച സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ പാസ്റ്റ് അതായിരുന്നു. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ യു ഹാവ് ടു ബിൽഡ് യുവർ സെൽഫ്. നിങ്ങളുടെ വാല്യൂ എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ വാല്യൂ എന്താണെന്നുണ്ടെങ്കിൽ, ഐ എം സോ സോറി ടു സേ ദിസ്, ആരും നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഒരുപാട് പേര് യൂസ് ചെയ്യും, ഒരുപാട് പേര് ഡിസ്റെസ്പെക്ട് ചെയ്യും, ലൈക്ക് ബിക്കോസ് യു ഡോണ്ട് നോ യുവർ വർത്ത്, സോ യു സെറ്റിൽ ഫോർ ലെസ്. സോ build yourself so high that people can't even imagine. People look at you and say, like, she's changed. Sleep well, hydrate, move body. നിങ്ങളെ ലൈഫ് സ്റ്റൈല് എന്തായാലും നിങ്ങളിൽ കാണാനുണ്ടാവും. ഇപ്പം നിങ്ങൾ എൻ്റെ ഫേസ് നോക്കൂ, ടയർഡായിട്ട് കാണുന്നുണ്ടോ? ഇല്ലെന്ന് പറയരുത്. പിന്നെ ഞാൻ കുറച്ച് ടാൻഡ് ആണ്, ആ വീഡിയോയിൽ എത്ര അറിയാനായിട്ട് എന്നൊക്കെ അറിയില്ല. എൻ്റെ സ്കിൻ ടോൺ കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണാണ്. ബട്ട് ആ സ്കിൻ ടോൺ അല്ല എൻ്റെ നെക്കും ഫേസും ഇവിടെയും ഉള്ളത്. ഓക്കെ, എൻ്റെ ഹാൻഡ്സും ഉള്ളത്. ഇങ്ങോട്ടേക്ക് ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് ഇല്ല എന്നല്ല, ടാന് ഉണ്ട്, ബട്ട് ഇവിടെ ഒന്നും ഉള്ളതുപോലെ ഇല്ല, അത്രയും ഇല്ല. ഓക്കെ, എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, കുറച്ച് റിങ്കിൾസ് ഉണ്ട്. ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് എൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ടാൻ എനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് കുറേ കാലം ആയിട്ടുള്ള ടാനാണ്. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങി, ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ടാൻ അല്ല അത്. അതായിരിക്കണ എന്തൊരു ചൂടല്ലേ. ഇതിങ്ങനെ ഫാൻ ഇടാൻ പറ്റത്തില്ല, ബിക്കോസ് ഞങ്ങൾക്ക് വോയിസ് ക്ലിയർ ആയിട്ട് വരില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ വോയിസ് ക്വാളിറ്റി ശരിയില്ല, ബിക്കോസ് മൈക്കില്ലല്ലോ. എന്നിട്ട് ഫാനും ഇല്ല. ഈ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കഷ്ടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞു ഹൈഡ്രേറ്റ്.
സോ യാ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് നിങ്ങളുടെ എന്തായാലും റിഫ്ലക്റ്റ് ചെയ്യും. സോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് നല്ലതാക്കി വെക്കാൻ നോക്കുക. നന്നായിട്ട് കിടന്നുറങ്ങുക, അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ കൺസ്യൂം ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ജേർണൽ, സ്ട്രെച്ച്, കോൾഡ് ഷവർ. ഇല്ല, ജേർണൽ ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കും. നമുക്ക് ഇമോഷൻസിനെ കുറച്ചുകൂടി പ്രോസസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രോത്ത് ഉണ്ടായിരിക്കും. താങ്ക് യു. സോ ജേർണൽ ചെയ്യുന്നത് ഭയങ്കര ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് ജേർണൽ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ബട്ട് ഐ ഫോഴ്സ്ഡ് മൈസെൽഫ് ടു ഡു ഇറ്റ് ആൻഡ് ഐ ക്യാൻ സീ ദ ഡിഫറൻസ്. പിന്നെ സ്ട്രെച്ചിൻ്റെ കോഴ്സിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ലൈഫ് സ്റ്റൈല് സീരിയസ്ലി റിഫ്ലക്റ്റ് ചെയ്യും നമ്മളിൽ. ഓക്കെ, അത് നമ്മളെ ബിഹേവിയറിലാണെങ്കിലും പേഴ്സണാലിറ്റിയിലാണെങ്കിലും അതുപോലെ തന്നെ നോളജിലാണെങ്കിലും ആറ്റിറ്റ്യൂഡ്, മൈൻഡ് സെറ്റ്, നമ്മളെ അപ്പിയറൻസിൽ വരെ അത് റിഫ്ലക്റ്റ് ചെയ്യും. കൺസിസ്റ്റൻസി ഓവർ പെർഫെക്ഷൻ. പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. സീരിയസ്ലി, പെർഫെക്ഷൻ ഇസ് എ മിത്ത്. ഞാൻ പെർഫെക്ഷൻ അത്രയും ചേസ് ചെയ്ത ഒരാളാണ്. പെർഫെക്ഷൻ എന്നുള്ളത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടൊരു കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു തരണ്ടേ. നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബട്ട് ഞാൻ പാടില്ല. That is killing your ability, your skills, your opportunities, to grow. So നിങ്ങൾ പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബി കൺസിസ്റ്റന്റ്, ബി ഡിസിപ്ലിൻഡ്. പെർഫെക്ഷനൊക്കെ വഴി വന്നോളൂ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഈ പെർഫെക്ഷൻ എന്നുള്ളത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ലൈക്ക് വി ഓൾ ആർ imperfect. Then why do we have to chase perfection? You don't have to. Just prioritize consistency. കൺസിസ്റ്റന്റ് ആയിട്ടൊരു കാര്യം ചെയ്യാം. പെർഫെക്ഷൻ നോക്കി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പം ഇങ്ങനെ കാണത്തില്ല. ഓക്കെ, ഇപ്പോഴും ഞാൻ പെർഫെക്റ്റ് അല്ല. ഇപ്പോഴും എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം വർക്കിംഗ്. ബട്ട് സ്റ്റിൽ ഐ എം അപ്ലോഡിങ് കണ്ടന്റ്സ്. Don't wait for anything perfectly. Like just do it right now. Be damnly consistent. Walk away from anything that feels heavy. നിങ്ങൾ എല്ലാം ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് എല്ലാം ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡ്രീം ചെയ്യുന്ന എന്തിൽ നിന്നും നിങ്ങൾ ബൈ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. Because that is not good for you and you know that, right? Then what are you waiting for? Just do it. Walk away. Don't look back. നിങ്ങൾക്ക് ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഡ്രെയിനിങ് ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം that is not good for you എന്നുണ്ടെങ്കിൽ just walk away. Don't try to fix it. If you know, you know. Don't entertain half-hearted love or low-effort friendships. ഒരു ഉറപ്പില്ലാത്ത റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ഭയങ്കര ലോ എഫേർട്ട് തരുന്ന റിലേഷൻഷിപ്സോ ഫ്രണ്ട്ഷിപ്സോ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്സോ അതെ ഫ്രണ്ട്ഷിപ്സ് ആയാലും വേറെ എന്തോ ആയിക്കോട്ടെ, പ്ലീസ് ഡോണ്ട് സെറ്റിൽ ഫോർ ദാറ്റ്. അതിനെ നിങ്ങൾ ഭയങ്കരമായിട്ട് തലയിൽ പൊക്കി വെച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു, അത്രയും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുള്ളൂ. സീരിയസ്ലി, സംടൈംസ് നിങ്ങൾ എല്ലാവരോടും ഗുഡ് ബൈ പറയേണ്ടി വരും. ബിക്കോസ് നിങ്ങളെ ലൈഫിലെ ആൾക്കാർ അത്ര ക്വാളിറ്റി ഉള്ള ആൾക്കാരാണെന്നില്ല. നിങ്ങൾക്ക് എല്ലാവരും പ്രയോറിറ്റി ആവാൻ പറ്റത്തില്ല, അത് ഫസ്റ്റ് തിങ്. ബട്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വാല്യൂ തരാത്ത അല്ലെങ്കിൽ ഭയങ്കര ലോ എഫേർട്ട് മാത്രം തരുന്ന നിങ്ങളെന്നാ ഭയങ്കര കാര്യമായിട്ട് അങ്ങനെ ഒരു വൺ സൈഡ് ഇതിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ just say bye bye because you deserve better. Not everyone deserves access to your energy. Your energy is so precious. നിങ്ങളെ എനർജി നിങ്ങൾ ആരെല്ലാമായിട്ട് ഷെയർ ചെയ്യണം തീരുമാനിക്കുന്നതാരാ? നിങ്ങളാണ്. എല്ലാവരും നിങ്ങളെ എനർജി ഡിസേർവ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ലൈഫിൽ ശരിക്കും നിങ്ങളെ എനർജി ഡിസേർവ് ചെയ്യുന്ന എത്ര പേരുണ്ട്? Just think about that. It's very few, right? In most cases, it's very few. എല്ലാത്തിനോടും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരെയും നിങ്ങൾ തലയിൽ വെച്ച് നടക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെ
എല്ലാത്തിനോടും എല്ലാവരോടും ഇത് നിങ്ങളെ അവൈലബിൾ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെ എനർജീനെ പ്രൊട്ടക്ട് ചെയ്യില്ല വേറെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ that's pure stupidity. You are already worth. ഇതിൽ ഞാൻ എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇത് പല തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. When you believe you are beautiful, you glow differently. I said what I said. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിൽ the world calls you beautiful. നിങ്ങൾ തന്നെ ബിലീവ് ചെയ്യാണ് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. അപ്പം ആ മെസ്സേജാണ് നിങ്ങളുടെ ബ്രെയിനിനും കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളത്. നിങ്ങൾക്കത് നോർമലൈസായി. സോ നിങ്ങൾ യു വിൽ ബി മോർ ഹാപ്പി, അട്രാക്റ്റീവ്. ഈ അട്രാക്ഷൻ എന്നുള്ളത് സ്കിൻ ക്വാളിറ്റി, ഹെയർ ക്വാളിറ്റി, ഔട്ട്ഫിറ്റിൻ്റെ വർത്ത് ഇതൊന്നും കൊണ്ട് വരുന്നതല്ല. Honestly, it's not about the skincare, hair care, makeup, outfits, fragrance, no. നിങ്ങൾ ഒരുപാട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, ഹെയർ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ നല്ലോണം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വെച്ചോ. ബട്ട് നിങ്ങൾക്ക് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ പിന്നെ അതിനെന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇല്ല. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് എന്തിനാ? ആക്ച്വലി നമ്മൾ സെൽഫ് കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് ലവ് എന്താവും? കൂടും. അതിനാണ് മെയിനായിട്ട് ഞാനൊക്കെ ചെയ്യുന്നുള്ളത്. ഓക്കെ, സ്കിൻ ക്വാളിറ്റി അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഓക്കെ, ഞാൻ അതിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അല്ലാതെ സ്കിൻ ക്വാളിറ്റിക്ക് വേണ്ടിയൊന്നല്ല ഞാൻ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് മൈ സെക്കൻഡ് പ്രയോറിറ്റി, നോട്ട് മൈ ഫസ്റ്റ്. I truly believe that I'm dropped at gorgeous. And that's why I glow differently. നിങ്ങളുടെ കണ്ണിൽ ഞാൻ ചിലപ്പോൾ ബ്യൂട്ടിഫുൾ ആയിരിക്കണമെന്നില്ല, നിങ്ങളുടെ കണ്ണിൽ ഞാൻ ചിലപ്പം ഒന്നും ആയിരിക്കണമെന്നില്ല. ഓക്കെ, ബട്ട് ഇൻ മൈ ഐസ് ഐ എം so pretty. I don't need others' validation. The only person that I had to satisfy is me. Yeah. Take notes and thank me later. So, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഹെൽപ്ഫുൾ ആയെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഒരുപാട് വളച്ചു പിടിച്ചിട്ടൊന്നും ഇല്ലല്ലോ. എനിക്കതിൽ ഡൗട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പറയുന്ന പലതും മനസ്സിലാവില്ല എന്ന് എന്നോട് നേരിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. വീഡിയോ പറയുന്നതല്ല കേട്ടോ, എല്ലാവരും ഞാൻ നോർമലി ഇവരോടൊക്കെ തന്നെ പറയുന്നത്. എന്ത് ഒന്നുകൂടി പറയൂ, എനിക്ക് മനസ്സിലായില്ല, അങ്ങനെയൊക്കെ പറയാനുണ്ട്. അതാണ് ചോദിക്കണേ, മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറയാ, ഐ എം റെഡി ടു എക്സ്പ്ലെയിൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. നിങ്ങളെ കോമൻറ്റ് ഉണ്ടല്ലോ, എനിക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ അത്രയും വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഓരോ കോമൻറ്റ് എനിക്ക് തരുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, സീരിയസ്ലി നമുക്ക് പറഞ്ഞറിയുമല്ലോ, അത്രക്കും ഹാപ്പിയാണ് ഞാനത്. ഓക്കെ, സോ ഡു കമൻറ്റ്. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ നിങ്ങളെ ഇൻസെക്യൂർ ആക്കുന്നില്ല, നിങ്ങളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാണ്, നിങ്ങളെ തന്നെ സെക്യൂർ ആക്കുകയാണ്, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. സോ യാ, that's it. Love you so much.